അത് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ എൻജോയ് ചെയ്യാന്ന് വന്നപ്പോ റിസ്ക് എന്ന് പറഞ്ഞപ്പോ നീ പുല്ലാരയിലേക്ക് സ്കൂട്ടി ആയിട്ട് വന്നോ നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 10ാം ക്ലാസ് ഉള്ളത് ഞാന് സമ്മർ വെക്കേഷന്റെ ഹോണ്ട യെല്ലോ ഡിയോ ഞാന് എന്താ നാട്ടിലേക്ക് പോയപ്പോ അതിന്റെ 2 വർഷം മുന്നാണ് സെമീറും ഞാനും അങ്ങ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുന്നത്. അതിനുശേഷം ഞാൻ എന്നിട്ട് നാട്ടിലേക്ക് പോയപ്പോ വെക്കേഷൻ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെമീറിന്റെ വീടും എന്റെ ഉമ്മന്റെ വീടും ഒരു 2 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. അതെ, അപ്പൊ എന്റെ ഫസ്റ്റ് വെക്കേഷൻ നോയിങ് സെമീർ ഇസ് ക്ലോസ് ബൈ. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. കാരണം അത് രണ്ടുപേരും നാട്ടിലുള്ള ടൈം. മറ്റേത് പൊതുവെ എന്റെ എല്ലാ ഫ്രണ്ട്സും പല പല സ്ഥലത്താണ് നാട്ടിലുണ്ടാവുക. അപ്പൊ നമ്മൾ സമ്മർ വെക്കേഷൻ നാട്ടിലേക്കാണ് പോയാൽ പിന്നെ സൗദിയിലെ ഫ്രണ്ട്സിനെ ഒന്നും കാണില്ല. അതെ, പിന്നെ എനിക്ക് ഐ ഗസ് ഇവർക്കാർക്കും ഇവരെ നാട്ടില് ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് പിന്നെ നാട്ടിലും ചങ്ക് കൊടുത്ത കരള് കുറച്ച് തരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കമ്മട്ടിപ്പാടൊക്കെ പക്ക ലോക്കൽ ഫ്രണ്ട്സ് അടിപൊളിയാ. അപ്പൊ ഞാന് നാട്ടിലെത്തിയ ഞാൻ വൻ ഹാപ്പിയാ. ഞാൻ അവരുടെ കൂടെ എന്റെ ഫുൾ കസിൻസിന്റെ കൂടെ. എന്റെ ഉമ്മന്റെ സൈഡ് ഫുൾ ആൺകുട്ടികളാണ്, കസിൻസ് പെൺകുട്ടികൾ കുറവാ. എന്റെ ഉപ്പന്റെ സൈഡ് ഫുൾ പെൺകുട്ടികളാണ്, കസിൻ സിസ്റ്റേഴ്സ് ആണ്. അപ്പം മറ്റേ കസിൻ ബ്രദേഴ്സ് ആകുമ്പോൾ ഫുൾ കാർ എടുക്കുക, ബൈക്ക് എടുക്കുക, ഇറങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ നമ്മളെ നാടായോണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വൈബ് ഉണ്ടാവുക. അപ്പൊ സെമീറിനെ അങ്ങനെ ഞാൻ നാട്ടിലെത്തിയ ആ എക്സൈറ്റ്മെന്റ്, സെമീർ നാട്ടിലെത്തി വെക്കേഷൻ നാട്ടിൽ നിന്ന് നമ്മള് മീറ്റ് ചെയ്യാമോ ജിങ്ക ചിലാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെമീറിനെ വിളിച്ച് അങ്ങനെ സെമീർ എന്റെ പുല്ലാരയാണ് എന്റെ ഉമ്മന്റെ വീടിന്റെ സ്ഥലം. അപ്പൊ പുല്ലാരയിലേക്ക് അത്താണിക്കൽ നിന്ന് സെമീർ വന്നു. അതെ, സെമീർ സ്കൂട്ടിയിലൊക്കെ വന്നേ, അത്താണിക്കൽ. അതെ, അങ്ങനെ സെമീർ സ്കൂട്ടിയിൽ വന്നു. സെമീറിനെ കണ്ടു. അങ്ങനെ ഞാൻ എന്റെ ഉമ്മന്റെ ആൻസസ്ട്രൽ ഹോമായ വീട് ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോ സിമിലാരിറ്റി എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മക്കും ഇവന്റെ ഉമ്മക്കും പണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു വീടായിരുന്നു. അതായത് എൻ്റെ ഉമ്മന്റെ വീട് പറയുന്നത് അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാക്കിയൊരു വീട്, 1946 ബിൽറ്റ്. എന്റെ ആ തറവാട് ഏത് ഇയറാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ ടൈമിൽ 47 years old എന്തോ ആയിരുന്നു. പിന്നാണ് ഇവരതും അതേപോലെ തന്നെ ഒരു മാളിക പോലത്തെ വീട് പോലത്തെ സംഭവം. ഞങ്ങളതും അതേ, അതൊക്കെ ഓരോ ചിന്ന ചിന്ന കോയിൻസിഡൻസ്. അപ്പൊ അങ്ങനെ നിക്കാം. അപ്പൊ അങ്ങനെ നിന്നപ്പോ സെമീർ എന്നിട്ട് എന്നെ സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ നിൽക്കാണ്. നമുക്ക് എങ്ങോട്ടേലൊക്കെ പോവാം. സെമീറിന്റെ പിന്നെ നാട് കുറച്ചുകൂടെ അറിയാം, ലോക്കൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട്. നമ്മളെ ഏരിയന്ന് മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലം വളരെ നിയർ ബൈ ആ. അപ്പം സ്കൂട്ടറിലൊക്കെ മിനിയൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട്, ഞാൻ അങ്ങോട്ട് നിന്നെ കൊണ്ടുപോകാം. നിനക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ, എനിക്കിതൊക്കെ പരിചയമാണ്. ഞാന് നാട്ടിലെ ഈ ചെക്കന്മാരെ കൂടെ നടന്നാണ്ടാണ് നാട്ടിലുള്ള എല്ലാ കുളങ്ങളും ഇതേപോലത്തെ സ്ഥലങ്ങളും നാട്ടിലൊരു ഹൗ ടു ലിവ് ഇൻ കേരള എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു തന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുക. അങ്ങനെ സെമീർ, അപ്പൊ ഞാൻ ഇങ്ങനെ ഉമ്മനോടൊക്കെ പറയാം, ഞാൻ ഉമ്മനോട് ഇങ്ങനെ പറയണം, സെമീർ ഇങ്ങനെ സ്കൂട്ടി ആയിട്ട് വന്നിട്ട് ഞാൻ സെമീറിന്റെ കൂടെ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞു. അപ്പം എന്റെ ഉമ്മ ചോദിച്ച് അതിന് സെമീറിന്റെ അടുത്ത് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സെമീർ എന്റെ അടുത്ത് സ്റ്റുഡൻസ് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലില്ല. സൗദിയില് നമുക്ക് 16.5 വയസ്സായാലും സ്റ്റുഡൻസ് ലൈസൻസ് കിട്ടും. അപ്പൊ ഞാൻ എന്റെ ഉമ്മക്ക് ഇത് അറിയില്ല, സെമീറിന് അറിയാം. സെമീർ എന്റെ അടുത്ത് സ്റ്റുഡൻസ് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ തന്നെ. അപ്പൊ ബാക്കിന്നൊരു വാതിൽ ഇങ്ങനെ തോന്നിട്ട് ഒരാള് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ലല്ലോ നോക്കുമ്പോ എന്റെ അങ്കിള് എന്റെ അമ്മ മൂപ്പരാണ് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ സെമീർ അല്ല മറ്റേ എല്ലുള്ള മറ്റേ ലേണിംഗ് റിക്കവറി 100 ആക്കാൻ നോക്കി. അങ്ങനെ ഞങ്ങള് പോയി. അങ്ങനെ നമ്മള് മിനിയൂട്ടി പോയി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് മറ്റേ ഞാൻ സ്കൂട്ടിയിൽ ബാക്കിൽ ഇരുന്ന് സെമീറിനെ കൊണ്ടുവന്നു, നമ്മള് വീഡിയോ എടുക്കണ ഫുൾ എപ്പോഴും ഉണ്ട്. അതെ, ഞാനൊരു മഞ്ഞ കൊളംബിയന്റെ ജേഴ്സി ആയിരുന്നു. ഞാന് സ്പ്ലാഷിന്റെ ഒരു ടീഷർട്ട് ഇട്ടിട്ട് 2016 വേൾഡ് കപ്പില് കൊളംബിയന്റെ ഹോം ജേഴ്സി ആയിരുന്നു എന്റെ അന്നത്തെ ഔട്ട്ഫിറ്റ്. എന്റെ ടീഷർട്ടിന് ഹു വാട്ട് വെൻ വേർ വൈ എന്ന് എഴുതിയിരുന്നു. ഹു നമ്മൾ വാട്ട് നമ്മൾ പോകുന്നു, വേർ മിനിയൂട്ടി 2016 വൈ ഫോർ വൈബ്സ് എല്ലാം എന്തോ എഴുതി വെച്ചത്. അതെ, അപ്പൊ അന്നൊന്നും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഞാനും സെമീറോടെ കാനഡയിൽ ഇരുന്നിട്ടായിരിക്കും ഈ സംസാരം. അതെ.